ഗബ്രാൽ സാറിനെ കുറിച്ചറിയാം. 1970 മുതൽ 2022 വരെ ഉഴവൂർ കോളേജിൽ മലയാള അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. നമ്മുടെ പ്രധാന പല കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. രക്തബന്ധത്താൽ ബന്ധിതരായ എൻ്റെ പ്രിയ ജ്ഞാനായ സഹോദരങ്ങളെ, ഈ അഭിസംബോധന ആസന്ന ഭാവിയിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നമുക്ക് ഇതേപോലെ പറയുവാൻ സാധിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. എൻ്റെ ആശങ്കയ്ക്ക് കാരണം നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കോടതി വിധികളാണ്. നമ്മൾ ജ്ഞാനായക്കാരല്ലാതായി മാറുന്നു. തെക്കുംഭാഗ സമുദായം ശിഥിലമാകുന്നു. അതിന് വഴിയൊരുക്കിയ വ്യക്തി 2006 മുതൽ 2026 വരെ നമ്മളെ ഭരിക്കുന്നു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഒരു വ്യക്തിക്ക്, ഒരു അധികാരിക്ക് നമ്മൾ കൊടുക്കാത്ത അധികാരവും നമ്മൾ കൊടുത്ത പണത്തിൻ്റെ ധാർഷ്ട്യവും ചോദ്യം ചെയ്യപ്പെടാത്ത കാനൂൺ നിയമ സംഹിതയുടെ പിൻബലവും നമ്മളെ അടിമകളാക്കി ഭരിക്കുന്ന ഒരു വ്യക്തി വന്ന് അവസാനം ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കി മാറുകയാണ്. അതിൻ്റെ ആശങ്കയിലാണ് ഞാൻ. ചരിത്രത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ വംശങ്ങൾ അറ്റുപോയിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ വംശം അദ്ദേഹത്തിൻ്റെ 32ാമത്തെ മരണത്തിന് ശേഷം അവകാശികളില്ലാതെ തമ്മിൽ കലഹിച്ച് അതില്ലാതായി. നിങ്ങൾ ഓർക്കുക, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ രാജവംശം ഇല്ലാതായി. അതങ്ങനെയാണ്. നമ്മുടെ മഹാഭാരതത്തിലെ മഹത്തായൊരു വംശമാണ് രഘുവംശം. അവിടെയാണ് ദിലീപ് മഹാരാജാവും ശ്രീരാമനും ഒക്കെയുള്ള മഹത്തായ ഒരു വംശം. അത് അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന ഒരു രാജാവിൽ വന്ന് അങ്ങേരുടെ ആ രാജാവിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു മഹാവംശം രഘുവംശം ഇല്ലാതായി. അങ്ങനെ നമ്മുടെ ഒരു വംശം, നമ്മുടെ തെക്കുംഭാഗ വംശം അങ്ങനെ ഒരു വ്യക്തിയിലൂടെ ഇല്ലാതാകേണ്ടതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് നാം സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓക്കെ, കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ആ കവിത ഇപ്രകാരമാണ്: ഗുരുത്തം കെട്ടവൻ അധികാരത്തിലേറിയാൽ വരുത്തിക്കൂട്ടുന്ന നാശങ്ങൾ വിനാശങ്ങൾ. അതിൽ ഒരു വേലക്കാരിയായി ശോഭന അഭിനയിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ വരുന്നു. ജയറാം എന്ന് പറയുന്ന കഥാപാത്രം അവളെ വിവാഹം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവൾ ഗർഭം ധരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്ന നരേന്ദ്രപ്രസാദാണ് അതിൽ അപ്പനായിട്ട് അഭിനയിക്കുക. അപ്പോൾ നരേന്ദ്രപ്രസാദ് എന്ന അച്ഛൻ ഈ ആൺമക്കളെ അടുത്ത് നിർത്തി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചപ്പോൾ ജഗതി പറയുന്ന പ്രശസ്തമായ ഡയലോഗുണ്ട്: ഈ ഗർഭം എൻ്റേതല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല. നമ്മളതിവിടെ പറയുന്നു, ഈ ബത്രാൻ നമ്മുടേതല്ല. ജ്ഞാനായ ബത്രാൻ ഇങ്ങനെയല്ല. ഈ ഗർഭം എൻ്റേതല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന ജഗതിയുടെ ഡയലോഗാണ് നാം ഇപ്പോൾ ഓർമ്മിക്കേണ്ടത്. ഈ മെത്രാൻ എൻ്റേത്, നമ്മുടേതല്ല, നമ്മുടെ മെത്രാൻ ഇങ്ങനെയല്ല. മറ്റൊന്ന്, ഒരു ബ്രിട്ടീഷ് പ്രശസ്തനായ നാടകൃത്താണ് ബെർണാഡ് ഷോ. നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ ആപ്പിൾ കാർട്ട് എന്നൊക്കെ പറയുന്ന നാടകം ഞാൻ പഠിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ബെർണാഡ് ഷോ. ബെർണാഡ് ഷോയെ നമ്മുടെ നെഹ്റു ആദരപൂർവ്വം ചെന്ന് സന്ദർശിച്ചിട്ടുണ്ട്. ഈ ബെർണാഡ് ഷോയുടെ അടുത്ത് അദ്ദേഹം വളരെ ബുദ്ധിമാനും പ്രശസ്തനായ നാടകൃത്തുമാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തയായ ഹോളിവുഡ് നടി നമ്മുടെ മെർലിൻ മൺട്രോ ചെന്നു. അദ്ദേഹം മെർലിൻ മൺട്രോ ബെർണാഡ് ഷോയോട് പറയുന്നു: എനിക്ക് അങ്ങയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്താ? അങ്ങയുടെ ബുദ്ധിയും
എൻ്റെ സൗന്ദര്യവുമുള്ള ഒരു സന്തതി ഉണ്ടാവണം. അപ്പോൾ ബെർണാഡ് ഷാ തമാശയായിട്ട് തിരിച്ചു പറഞ്ഞു മറിച്ച് സംഭവിക്കാമല്ലോ, നിൻ്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും ഉള്ള ഒരു കുട്ടി ഉണ്ടായാലോ എന്ന് ബെർണാഡ് ഷാ തിരിച്ചു പറഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. ബെർണാഡ് ഷാ പറഞ്ഞതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ അഭിമന്യനായ മെത്രാൻ തിരുമേനിയും പ്രണയാർദ്രമായി ഈ സമുദായത്തോട് അല്ലെങ്കിൽ ഈ സമുദായത്തോടുള്ള വെറുപ്പ് കൊണ്ട് എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, പ്രണയാർദ്രമായി സീറോ മലബാറിനെ സ്നേഹിച്ചതിൽ നമുക്ക് കിട്ടിയ ഒരു സന്തതി, വൈകല്യമുള്ള സങ്കരമുള്ള ഒരു സമുദായം ഇതാ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. വൈകല്യമുള്ള സങ്കരത്വമുള്ള ഒരു സമുദായത്തെ, ഒരു സന്തതിയെ നമ്മുടെ കാരണഭൂതൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. വൈകല്യമുള്ള സങ്കരത്വമുള്ള ബുദ്ധിയില്ലാത്ത നികൃഷ്ടമായ ഒരു സന്തതിയെ, ഒരു സമുദായത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമുദായത്തെ സീറോ മലബാർ സഭയുടെ പെറ്റെടുത്ത സന്തതിയായ നമ്മുടെ മൂലക്കാട്ട് പിതാവ് നമുക്ക് തരുന്ന ഈ സന്തതിയെ, ഈ സമുദായത്തെ നാം സ്വീകരിക്കണമോ? ഈ സമുദായത്തെ നമ്മൾ സ്വീകരിക്കില്ല. നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക, ഉള്ളിൽ പ്രതിജ്ഞ എടുക്കുക. ഞങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങളുടെ തെക്കൻ ഭാഗ സമുദായത്തെ വരും തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കുക. പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക വിവേകാനന്ദൻ പറഞ്ഞു, എൻ്റെ യുവജനമേ, എൻ്റെ ജനമേ, നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ശ്മശാനങ്ങളിൽ കിടക്കുന്ന നിങ്ങളുടെ പൂർവികരെ ഞാൻ വിളിച്ചുണർത്തും. നമ്മുടെ ശ്മശാനങ്ങളിൽ കിടക്കുന്ന നമ്മുടെ പൂർവികർ, നമ്മുടെ സമുദായത്തെ സ്നേഹിച്ചവർ, അതിൻ്റെ പൈതൃകങ്ങളെ മാറോട് ചേർത്ത് മയങ്ങുന്നവർ, ആ സമുദായത്തിലെ നമ്മുടെ പൈതൃകങ്ങളെ, നമ്മുടെ പൂർവികരെ അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് നാം ഉണർത്തേണ്ടതില്ല. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കും. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാകണം. നന്ദി.